ഹായ് ഓൾ, നമ്മുടെ 2026 കീം എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന പലരും ഇപ്പോൾ ഈ വീഡിയോ കാണുന്നുണ്ടാവും. ഒരു ബോർഡ് എക്സാം പാറ്റേണിലാണോ നമ്മൾ ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ടതും മോക്ക് എക്സാമുകൾ എഴുതേണ്ടതും? അല്ല, കീം എക്സാമിനെ സംബന്ധിച്ച് കുറച്ചുകൂടെ ഹൈ സ്കോറിംഗ് ആയിട്ടുള്ള കൂടുതൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് അടങ്ങിയ ഒരു എക്സാമാണ് കീം എക്സാം എന്ന് പറയുന്നത്. നമുക്കറിയാം, കെമിസ്ട്രിയിൽ 30, ഫിസിക്സിൽ 45, മാത്സിൽ 75 ചോദ്യങ്ങൾ നമുക്ക് അപ്രോച്ച് ചെയ്യാനുണ്ട് വിത്തിൻ 3 hours. അതിൽ തന്നെ കഴിഞ്ഞ വർഷമൊക്കെ നോക്കുകയാണെങ്കിൽ 594 ഒക്കെയാണ് ഹയസ്റ്റ് മാർക്ക് വന്നത്. ദാറ്റ് മീൻസ് ജെഇ പോലെയല്ല കീം എന്ന് പറയുന്ന ഒരു ഹൈ സ്കോറിംഗ് എക്സാമാണ്. നമ്മൾ ബോർഡ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത രീതി അതല്ല കീം എക്സാമിന് വേണ്ടത്. എൻട്രൻസ് ഓറിയൻറ്റഡ് ആയിട്ട് തിയറി പഠിച്ച ശേഷം എഫക്റ്റീവ്ലി മോക്ക് എക്സാമുകൾ എഴുതി, എസ്പെഷ്യലി കീം എക്സാം ഒരു CBT എക്സാമാണ്, കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആയതുകൊണ്ട് തന്നെ ആ പാറ്റേണിൽ തന്നെ ചോദ്യങ്ങൾ ചെയ്ത് എക്സാമുകൾ എഴുതി പ്രാക്ടീസ് ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം. അപ്പോൾ നമ്മുടെ കീം എൻഡ് ഗെയിം പ്രോഗ്രാമിൽ നിങ്ങൾക്ക് വേണ്ടി എക്സാംസ് ഡിസൈൻ ചെയ്തിരിക്കുന്നതും ഈ ഒരേ ഒരു കാര്യം ഉള്ളിൽ കണ്ടുകൊണ്ട് തന്നെയാണ്. നമുക്ക് 2 തരത്തിലുള്ള എക്സാമുകളാണ് മോക്ക് എക്സാമുകളായിട്ട് കീം എൻഡ് ഗെയിമിൽ നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യപ്പെടുക. ഒന്നാമത്തെ കാര്യം മൊഡ്യൂൾ എക്സാമുകളാണ്. മൊത്തം ടോപ്പിക്കുകളെ 12 മൊഡ്യൂളുകളായിട്ട് തിരിക്കുന്നതുകൊണ്ട് ഓരോ മൊഡ്യൂളും കഴിഞ്ഞ് നിങ്ങൾക്കൊരു മൊഡ്യൂൾ എക്സാം ഉണ്ടാവും. അരമണിക്കൂർ മാത്രം ദൈർഘ്യമുള്ള ഈ ഒരു മൊഡ്യൂൾ എക്സാമിനകത്ത് നിങ്ങൾക്ക് ഫിസിക്സ്, കെമിസ്ട്രി, മാത്തിൽ നിന്ന് 10 ചോദ്യങ്ങളായിരിക്കും ഉണ്ടാവുക. പിന്നീട് നമുക്ക് ആക്ച്വൽ പാറ്റേണിലുള്ള പ്രീ കീം മോക്ക് എക്സാം ഉണ്ടാവും. അത് ആക്ച്വൽ കീം എക്സാം എങ്ങനെയാണോ അതുപോലെ തന്നെ റെപ്ലിക്കേറ്റ് ചെയ്തിട്ടായിരിക്കും, സിമിലർ പാറ്റേണുള്ള റിസൻറ്റ് ട്രെൻഡ് ഓഫ് ചോദ്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു എക്സാം ആയിരിക്കും അത്. അവിടെ നിങ്ങൾക്ക് ഫിസിക്സിൽ 45, കെമിസ്ട്രിയിൽ 30 ആൻഡ് മാത്സിൽ 75 ചോദ്യങ്ങൾ അടങ്ങുന്ന 600 മാർക്കിൻ്റെ 3 മണിക്കൂറിലുള്ള എക്സാം ആയിരിക്കും പ്രീ കീം മോക്ക് എക്സാം എന്ന് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം പ്രോപ്പറായി എപ്പോൾ എഴുതണം, എങ്ങനെ എഴുതണം എന്നുള്ള കാര്യങ്ങളടക്കം സൈലം നിങ്ങൾക്ക് വേണ്ടി ഓൾറെഡി പ്ലാൻ ചെയ്ത് കഴിഞ്ഞു. ബോർഡ് എക്സാം കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മുടെ കീം എൻഡ് ഗെയിം പ്രോഗ്രാം നമ്മൾ ആരംഭിക്കുകയാണ്. അടിപൊളിയായിട്ട് പഠിച്ച് 2026 കീം എക്സാം നമുക്ക് ക്രാക്ക് ചെയ്യണം. ഇനി നിങ്ങൾ അഡ്മിഷൻ എടുത്തിട്ടില്ല എങ്കിൽ എത്രയും പെട്ടെന്ന് അഡ്മിഷൻ എടുക്കുക. നമ്മൾ ബോർഡ് എക്സാമിൻ്റെ ആ ഒരു ചൂട് മാറുന്നതിന് മുൻപ് തന്നെ അതേ പാറ്റേണിൽ അതേ സീരിയസ്നെസ്സോട് കൂടെ നമുക്ക് കീം എക്സാമിനും കൂടെ പ്രിപ്പയർ ചെയ്യാം. കീം എക്സാം കഴിഞ്ഞിട്ട് നമുക്ക് റിലാക്സ് ചെയ്യാം. അപ്പോൾ അഡ്മിഷൻ എടുക്കുക. നമുക്ക് ക്ലാസ്സുകളിൽ കാണാം. ബൈ.